ശ്രീ സണ്ണി എം കവിക്കാട്, ഈ കഴക തസ്തികയിൽ നിന്ന് ബാലുവിനെ നീക്കിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ താങ്കൾ നിരീക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ സംഭവിച്ചു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് സർക്കാർ നിയോഗിച്ച റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനമാണ്. അവിടെ തന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന വാര്യർ സമാജത്തിൻ്റെയും ഒക്കെ പിഴവും പിടിപ്പുകേടും മാത്രമായി ഈ പ്രശ്നത്തെ ചുരുക്കി കാണാൻ കഴിയുമോ? അതല്ല, നടപടി ഉണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണോ? എങ്ങനെ താങ്കൾ കാണും, മനസ്സിലാക്കും? ദേവസ്വം ബോർഡ് നിയമിച്ച കഴകക്കാരൻ പോസ്റ്റിലേക്ക് നിയമിച്ച ആളിനെയാണ് തന്ത്രി സമാജവും വാര്യർ സമാജവും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്താക്കിയത്. ഇതിൽ യഥാർത്ഥത്തിൽ കുറ്റവാളിയായിരിക്കുന്നത് സർക്കാർ തന്നെയാണ്. ദേവസ്വം ബോർഡാണ് കുറ്റവാളി. അവരൊരാളെ നിയമിക്കുമ്പോൾ, ആ ആൾക്ക് ഒരു തസ്തികയിൽ നിയമിക്കുമ്പോൾ ആ ആളവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ പരിശോധിച്ച് അദ്ദേഹം ആ ജോലി ചെയ്യാൻ യോഗ്യനാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണല്ലോ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയാനുള്ള അവകാശം സംഘടനകൾക്കുണ്ട്. പക്ഷെ എന്ത് ന്യായമാണ് അവർ പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന കാരണങ്ങളാൽ അയാൾക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ അയാൾ അത് ചെയ്താൽ ശരിയാവില്ല എന്ന എന്ത് ന്യായമാണ് ഈ തന്ത്രി സമാജവും ഈ പറഞ്ഞ വാര്യർ സമാജവും നിരത്തിയത് എന്നറിയാൻ കേരളത്തിലെ മനുഷ്യർക്ക് അവകാശമുണ്ട്. അത് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇദ്ദേഹം ഈഴവ സമുദായ അംഗമായതിനാൽ വാര്യർമാരുടെ ജാതി തൊഴിലായിട്ടുള്ള കഴകം പോസ്റ്റിലേക്ക് അയാളെ നിയമിക്കാൻ പാടില്ല എന്ന ശുദ്ധമായ ജാതി വികാരമാണ് അതിന്റെ പിന്നിലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അമ്പലവാസികളും അമ്പലത്തിൽ പൂജ നടത്തുന്നവരൊക്കെ ജാതി പാലിക്കുന്നവരാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ദേവസ്വം ബോർഡിന് എന്ത് അധികാരമുണ്ട് ഇക്കാര്യത്തിൽ എന്നതാണ് ചോദ്യം. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് എന്ത് അധികാരമുണ്ട് എന്നതാണ് ചോദ്യം. അതുകൊണ്ട് ഇവിടെ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ജാതീയമായ കാരണങ്ങളാൽ ഒരാൾക്കെതിരെ വിവേചനം കാണിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആ വിവേചനം കാണിച്ച ആൾക്കെതിരെ നടപടിയെടുക്കേണ്ട ഗവൺമെന്റ് വളരെ പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം. അത് നമ്മൾ വളരെ ഗൗരവമായി പൗരസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയേണ്ടതൊന്നുമില്ല, അത് നമുക്ക് വഴിയെ സംസാരിക്കാം. തീർച്ചയായും ഇതൊരു സാമൂഹിക നീതിക്കെതിരായ കനത്ത വെല്ലുവിളിയും ജാതിയുടെ സംരക്ഷണത്തെ ഉറപ്പുവരുത്തുന്നതുമായ ഒരു നടപടിക്കാണ് തന്ത്രി സമാജവും വാര്യർ സമാജവും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നത് കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമായി മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിലും ജാതി വാഴണമെന്ന് വിചാരിക്കുന്ന മനുഷ്യവംശത്തിന് തന്നെ അപമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇത് ഏതെങ്കിലും ജാതിക്കെതിരായ പ്രശ്നമായിട്ടോ ഏതെങ്കിലും ക്ഷേത്രത്തിനെതിരായ പ്രശ്നമായിട്ടോ വിശ്വാസി സമൂഹത്തിന്റെ പ്രശ്നമായിട്ടോ ഒന്നും അല്ല ഇതിനെ കാണേണ്ടത്. ശുദ്ധജാതിയാണ് കളിക്കുന്നത്. പിന്നോക്കക്കാരനായതുകൊണ്ട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. പറ്റില്ല എന്ന് പറയാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. ആ അധികാരം വിനിയോഗിക്കണമെന്നാണ് ഞാൻ അക്കാര്യത്തിൽ പറയുന്നത്. ശരി, താങ്കൾ പറഞ്ഞതുപോലെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. കാരണം കൂത്തമ്പലത്തില് ജാതി വിലക്കിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും കോടതി ആ കാര്യങ്ങളിൽ ഇടപെടുകയും തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ആചാരം മാറ്റരുത് എന്ന് കോടതി വിധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ചർച്ചയെ വഴിയെ നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാം.